ഹലോ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക്. നമ്മൾ പ്രിഫേർഡ് സ്റ്റോക്കിനെ പറ്റിയാണ് പഠിച്ചുകൊണ്ടിരുന്നത്. പ്രിഫേർഡ് സ്റ്റോക്ക് അതെന്താണെന്ന് പഠിച്ചു, ഒരു ഹൈബ്രിഡ് മോഡലാണെന്ന് നമ്മൾ പഠിച്ചു. അതിന് ഇക്വിറ്റി, കോമൺ സ്റ്റോക്കായിട്ട് എന്തൊക്കെയാണ് സിമിലാരിറ്റീസ് ഉള്ളത്, ബോണ്ടായിട്ട് എന്തൊക്കെയാണ് സിമിലാരിറ്റീസ് ഉള്ളത്, ഇത്രയും കാര്യങ്ങൾ നമ്മൾ നോക്കി. ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഈ പ്രിഫേർഡ് ഷെയർസിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്, എന്തൊക്കെയാണ് സ്വഭാവങ്ങൾ എന്നുള്ളൊരു കാര്യവും എങ്ങനെയാണ് ഈ പ്രിഫേർഡ് സ്റ്റോക്കിന് ഡിവിഡൻഡ് കൊടുക്കുക എന്നുള്ള ഇപ്പം നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്ന കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇതോടുകൂടി ഇക്വിറ്റി ഫിനാൻസിങ്ങിൻ്റെ ഒരു ഏരിയ കഴിയും. അതിൻ്റെ ബേസ് തിയറി ഭാഗം ഇതോടുകൂടി കഴിയും. ഇക്വിറ്റി ഫിനാൻസ് എന്താണെന്നുള്ളത് ഇത് കഴിഞ്ഞ് വരാൻ പോകുന്നത് കുറച്ചും കൂടെ ADR എന്താണ്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ, എങ്ങനെയാണ് കോസ്റ്റ് ഓഫ് ഇക്വിറ്റി കാൽക്കുലേഷൻ, അങ്ങനത്തെ പാട്ടാണ്. സോ ഈ ഒരു വീഡിയോയും കൂടി ഇക്വിറ്റി ഫിനാൻസിങ് എന്നുള്ള ഒരു യൂണിറ്റ്, അതിൻ്റെ ബേസ് നോളജിൻ്റെ ലെവല് കഴിയാണ്. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. വാ, ആദ്യത്തെ സ്വഭാവമായിട്ട് പറയുന്നു അത് കോളബിൾ ആണ്. കോളബിൾ എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത് റെഡീമബിൾ ആണ്. അതായത് കമ്പനിക്ക് അതെന്ത് ചെയ്യാൻ പറ്റും, റീപർച്ചേസ് ചെയ്യാൻ പറ്റും. ഇതൊന്നും വീണ്ടും ഇത്രയും സ്ട്രെസ് ചെയ്ത് പറയാത്തത് ഓൾറെഡി ബോണ്ടിൻ്റെ സമയത്ത് ഇതേ കാര്യം നമ്മൾ പറഞ്ഞതാണ്. കോളബിൾ ആണ്, പുട്ടബിൾ ആണ്. കോളബിൾ എന്ന് പറഞ്ഞാൽ എന്താണ്, കമ്പനിക്ക് വേണമെങ്കിൽ തിരിച്ച് മേടിക്കാം. പുട്ടബിൾ എന്ന് പറഞ്ഞാൽ എന്താണ്, ഇൻവെസ്റ്റേഴ്സിന് വേണമെങ്കിൽ അത് തിരിച്ച് വിൽക്കാം. ഇതാണ് നമ്മൾ പഠിച്ചത്. ഇവിടെ കോളബിൾ എന്നുള്ളൊരു ഓപ്ഷനാണ് വരുന്നത്. കണ്ടോ, കമ്പനിക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, അതങ്ങ് റീപർച്ചേസ് ചെയ്യാം. ആ പ്രിഫേർഡ് ഷെയർ വേണമെങ്കിൽ ഇങ്ങോട്ട് റീപർച്ചേസ് ചെയ്യാം. ഏത് റേറ്റിൽ, മുന്നേ ഫിക്സ് ചെയ്ത് വെച്ചേക്കുന്ന സെറ്റ് പ്രൈസിൽ. ചിലപ്പോൾ ഒരു 1000-ൻ്റെ ആയിക്കൂടാ, ചിലപ്പോൾ ഒരു പ്രീമിയത്തിലൊക്കെ ആയിരിക്കും കോൾ ചെയ്യുന്നത്. അവർ പറയും നേരത്തെ ഞങ്ങൾ തിരിച്ചു തരികയല്ലേ, അതുകൊണ്ട് 1000 പോരാ, ഒരു 1200 ഞങ്ങൾ മേടിച്ചോളാം എന്ന് പറയുമ്പോഴായിരിക്കും ചിലപ്പോൾ കൊടുക്കുന്നത്. ഈ ഒരു 200-നെയാണ് എന്തെന്ന് വിളിക്കുക, ഈ 200-നെയാണ് നമ്മൾ പ്രീമിയം എന്ന് വിളിക്കുക. 200-നെയാണ് നമ്മൾ പ്രീമിയം എന്ന് വിളിക്കുക. സോ കോളബിൾ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. കമ്പനിക്ക് വേണമെങ്കിൽ ഒരു സെർട്ടൈൻ ടൈം കഴിയുമ്പോൾ, ഒരു ഫിക്സ്ഡ് ആയിട്ടുള്ള ഒരു ടൈം കഴിയുമ്പോൾ, അല്ലെങ്കിൽ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്ന, മുന്നേ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു പ്രൈസിൽ തന്നെ എന്ത് ചെയ്യാം, ഈ പ്രിഫേർഡ് ഷെയർ ഫുള്ളല്ല, ഒരു ഭാഗമോ എത്ര വേണമെങ്കിലും അവർക്ക് എന്ത് ചെയ്യാം, റീപർച്ചേസ് ചെയ്യാം, തിരിച്ച് മേടിക്കാം. ചിലപ്പോൾ അത് കുറച്ച് പ്രീമിയത്തിലായിരിക്കും. ഓക്കെ, രണ്ടാമത് പറയുന്നത് കൺവേർട്ടബിൾ ആണ്. കൺവേർട്ടബിൾ ഇതും നമ്മൾ ബോണ്ടിൻ്റെ സമയത്ത് പഠിച്ചതാണ്. ക്യാൻ ബി എക്സ്ചേഞ്ച്ഡ് ഇൻ ടു കോമൺ സ്റ്റോക്ക്. ഈ പ്രിഫറൻസ് ഷെയർ എന്നുള്ളത് അല്ലെങ്കിൽ പ്രിഫേർഡ് സ്റ്റോക്ക് എന്നുള്ളത് അവർക്ക് തിരിച്ച് മേടിച്ചിട്ട് പകരം നമുക്ക് വേണേൽ കോമൺ സ്റ്റോക്ക് കൊടുക്കാം. അങ്ങനെ കൺവേർട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ചിലതിനുണ്ടാവും. കൺവേർട്ടബിൾ ആയിരിക്കും ചില പ്രിഫേർഡ് സ്റ്റോക്ക് എന്നുള്ളത്. സോ കൺവേർട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് അടുത്ത ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ട് നമുക്ക് പഠിക്കാനുള്ളത്. അടുത്തത് പാർട്ടിസിപ്പേറ്റിംഗ്. ഇതും നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇല്ലേ? ബോണ്ടിൻ്റെ സമയത്ത് ടൈപ്സ് ഓഫ് ബോണ്ടിൽ പാർട്ടിസിപ്പേറ്റിംഗ് ആയിരിക്കും നമ്മൾ പഠിച്ചിട്ടില്ലേ? അതേ കാര്യമാണ് ഇവിടെ. ഈ വാക്ക് ശ്രദ്ധിക്കണേ. ഈ വാക്ക് മേ എന്നാ പറയുന്നത്, ക്യാൻ എന്നല്ല, മേ എന്നാ പറഞ്ഞേ. ചിലപ്പോൾ പറ്റും. ഏൺ എക്സ്ട്രാ ഡിവിഡൻഡ് ഇൻ ഹൈ പ്രോഫിറ്റ് ഇയേഴ്സ്. ഭയങ്കര പ്രോഫിറ്റ് പ്രതീക്ഷിച്ചതിനേക്കാളും ഒക്കെ, ഒരു 2 ലക്ഷം പ്രോഫിറ്റ് പ്രതീക്ഷിച്ചിട്ട് ഒരു 20 ലക്ഷം കിട്ടി. 2 ലക്ഷം പ്രോഫിറ്റ് പ്രതീക്ഷിച്ചിടത്ത് ഒരു 20 ലക്ഷം പ്രോഫിറ്റ് കിട്ടി, 10 മടങ്ങ്. അങ്ങനെയുള്ള സാഹചര്യങ്ങളിലൊക്കെ ചിലപ്പോൾ കുറച്ച് എക്സ്ട്രാ ഡിവിഡൻറ്റും കൂടെ കിട്ടും. ചിലപ്പോൾ മേ ഏൺ ചെയ്യാം, അത്രേ ഉള്ളൂ. അല്ലാതെ ക്യാൻ ഏൺ അല്ലെങ്കിൽ ഷുഡ് ഏൺ എന്നല്ല, നിർബന്ധമായിട്ടും കിട്ടില്ല. നിർബന്ധമായിട്ടുള്ളത് ആ ഫിക്സ്ഡ് ഡിവിഡൻറ്റ് തന്നെയാണ്. നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ 1000-ൻ്റെ ആണ്, ഒരു 10% ആയിരിക്കും ഫിക്സ്ഡ് റേറ്റ്. $100 വെച്ചാണ് എല്ലാ വർഷവും കിട്ടുള്ളൂ. ഇതാണ് കാര്യം വരുന്നത്. പക്ഷെ മേ ഏൺ ചിലപ്പോൾ ഭയങ്കര ഹൈ പ്രോഫിറ്റ് ഇയേഴ്സിലൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ എന്തും കൂടെ ആവാം, എക്സ്ട്രാ പ്രോഫിറ്റും കൂടെ അവർക്ക് മേടിക്കാൻ പറ്റും. ലാസ്റ്റ് സ്വഭാവമായിട്ട് പറയുന്നത് കണ്ടോ, അതും റയറാ. വോട്ടിംഗ് റൈറ്റ്സ് ചിലപ്പോൾ ഉണ്ടാവും. സംടൈംസ് ഗിവൺ എസ്പെഷ്യലി ഇഫ് ഡിവിഡൻസ് ആർ മിസ്ഡ്. ഡിവിഡൻസ് ഒന്നും കറക്റ്റായിട്ട് നമ്മൾ കൊടുത്തില്ല. ഡിവിഡൻസ് ഒരു 2-3 വർഷം നമുക്ക് കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ ചിലപ്പോൾ പറയും, ഓക്കെ ഡിവിഡൻറ്റോ തരാൻ പറ്റുന്നില്ലല്ലോ, കാര്യമാക്കണ്ട, അതിന് പകരം എന്ത് തരാം, ഡിവിഡൻറ്റോ തരാൻ പറ്റുന്നില്ല, അതിന് പകരം ഞങ്ങൾ കുറച്ച് വോട്ടിംഗ് റൈറ്റ്സ് തരാമെന്ന് പറയും. ഇതൊക്കെ റെയറാണ്. അവസാനം പറഞ്ഞ 2 കാര്യവും റെയറാണ്. പാർട്ടിസിപ്പേറ്റിംഗ് എന്നുള്ളത് എപ്പോഴും ഉണ്ടാവാറില്ല, എപ്പോഴും ഫിക്സ്ഡ് ഡിവിഡൻറ്റ് തന്നെയാണ് കിട്ടാറുള്ളത്, ഫിക്സ്ഡ് ഡിവിഡൻറ്റ്. പിന്നെ പറഞ്ഞത് വോട്ടിംഗ് റൈറ്റ്സിൻ്റെ കാര്യമാണ്. വോട്ടിംഗ് റൈറ്റ്സ് അതും റെയറാണ്. ഡിവിഡൻസ് ഒക്കെ മിസ് ഔട്ട് ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ പറയും, ഓക്കെ അതിന് പകരം ഞങ്ങൾ വോട്ടിംഗ് റൈറ്റ്സ് തരാമെന്ന് പറയും. സോ ഇതാണ് 4 ക്യാരക്ടറിസ്റ്റിക്സ്. കോൾ ചെയ്യാൻ പറ്റും, കമ്പനിക്ക് റീപർച്ചേസ് ചെയ്യാം, കൺവേർട്ട് ചെയ്യാൻ പറ്റും, കോമൺ സ്റ്റോക്കിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണമെങ്കിൽ പറ്റും, പാർട്ടിസിപ്പേറ്റിംഗ് ആവാം, മേ ഭയങ്കര ഹൈ പ്രോഫിറ്റ് ആണെങ്കിൽ മേ ദേ ക്യാൻ ഏൺ മോർ എക്സ്ട്രാ ഡിവിഡൻസ്. വോട്ടിംഗ് റൈറ്റ്സ് അതും റെയറാണ്, ചിലപ്പോൾ വോട്ടിംഗ് റൈറ്റ്സും കിട്ടും. വോട്ടിംഗ് റൈറ്റ്സ് ഉറപ്പുള്ളത്
കോമൺ സ്റ്റോക്ക് ഹോൾഡേഴ്സിന് മാത്രമാണ്. സോ ഇത്ര സ്വഭാവ സവിശേഷതകൾ നമ്മൾ പഠിച്ചു. ഇനി നേരെ ലാസ്റ്റ് ഏരിയ ഡിവിഡൻഡ് എങ്ങനെയാണ് ഈ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് ഡിവിഡൻഡ് കൊടുക്കുന്നതെന്ന് ഓൾറെഡി പറഞ്ഞ കാര്യമാണ്. പുതിയതായിട്ട് 2 കാര്യമേ പഠിക്കാനുള്ളൂ. അത് വളരെ സിമ്പിളായിട്ട് പറഞ്ഞുതരാം. ആദ്യത്തെ കാര്യം നിങ്ങൾക്ക് ഓൾറെഡി അറിയാം, ബേസ്ഡ് ഓൺ പെർസെൻറ്റേജ് ആണ്. ഒരു 100ൻ്റെ പ്രിഫറൻസ് സ്റ്റോക്ക് ഇറക്കി 8% ആണ് വരുന്നതെങ്കിൽ എല്ലാ വർഷവും $8 വെച്ചായിരിക്കും ഇവർക്ക് കിട്ടുക. ഈ പെർസെൻറ്റേജ് എന്നുള്ളത് പാർ വാല്യൂവിൻ്റെ പെർസെൻറ്റേജ് ആയിരിക്കും. ഈ 8% എന്നുള്ളത് എപ്പോഴും ഫിക്സ്ഡ് ആയിരിക്കും, പാർ വാല്യൂവും എപ്പോഴും ഫിക്സ്ഡ് ആയിരിക്കും. സോ ഫിക്സ്ഡ് ഡിവിഡൻഡ് ആയിരിക്കും ഇവർക്ക് കിട്ടുന്നത്. ഓക്കെ അല്ലേ? അടുത്തത് 2 രീതിയിൽ ചെയ്യാടാ, 2 രീതിയിൽ ചെയ്യാം. ഒന്ന് ക്യുമുലേറ്റീവായിട്ടും ചെയ്യാം, ക്യുമുലേറ്റീവായിട്ട് ഇവർക്ക് ചെയ്യാം. 2 നോൺ ക്യുമുലേറ്റീവായിട്ടും ചെയ്യാം. ഒന്നുമില്ല, നിങ്ങൾ തന്നെ ഒന്ന് വായിച്ചു നോക്കിക്കേ. ക്യുമുലേറ്റീവ് ആണെങ്കിൽ ഏൺ ഡിവിഡൻഡ് എവരി ഇയർ ഈവൻ ഇഫ് അൺപെയ്ഡ്. ചിലപ്പോൾ അവർ ഏൺ ചെയ്യുന്നുണ്ട്, പൈസ കിട്ടും. നിങ്ങൾ പഠിച്ചിട്ടില്ലേ അക്കൗണ്ട്സിൽ അക്രൂവൽ ബേസിസ് ഉണ്ട്, ക്യാഷ് ബേസിസ് ഉണ്ട്. അക്രൂവൽ ബേസിസ് എന്ന് പറഞ്ഞാൽ ക്യാഷ് ഏൺ ആവുന്നുണ്ടാവും, ചിലപ്പോൾ ക്യാഷ് വന്നിട്ടുണ്ടാവില്ല, ഏൺ ആവുന്നുണ്ടാവും. ക്യാഷ് ബേസിസ് ആണെങ്കിൽ കാശ് കിട്ടിയോ പോയോ എന്നേ നോക്കുള്ളൂ. സോ ഇവർ ഏൺ ചെയ്യുന്നുണ്ടാവും. അതായത് ഇയർ 1, ഇയർ 2, ഇയർ 3 എല്ലാ വർഷവും അവർക്ക് 100 എന്നുള്ള ഡിവിഡൻഡ് കിട്ടുന്നുണ്ടാവും. ഒരു വർഷം കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ അടുത്ത വർഷം അതും കൂടെ കൂട്ടി 200 വേണം പേ ചെയ്യാൻ. 3-ാമത്തെ വർഷം വീണ്ടും 100 കൊടുക്കണം. അവർക്ക് എല്ലാ വർഷവും ഇങ്ങനെ എന്താവുന്നുണ്ടാവും, ക്യുമുലേറ്റ് ചെയ്ത് ഏൺ ആവുന്നുണ്ടാവും, അവർക്ക് കിട്ടുന്നുണ്ടാവും. ചിലപ്പോൾ ആ വർഷം പ്രോഫിറ്റ് ഒന്നും ഇല്ലെങ്കിൽ പേ ചെയ്തിട്ടുണ്ടാവില്ല, ചിലപ്പോൾ പേ ചെയ്തിട്ടുണ്ടാവില്ല. പക്ഷെ അവർ എന്ത് ചെയ്തിട്ടുണ്ട്, അവിടെ ഏൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. അടുത്ത ഡിവിഡൻഡ് കിട്ടുമ്പോൾ ഇതോടെ കൂട്ടിയായിരിക്കും അവർക്ക് കിട്ടുക, ക്യുമുലേറ്റ് ചെയ്തായിരിക്കും അവർക്ക് കിട്ടുക. അത് ഞാൻ ക്യുമുലേറ്റീവ് പ്രിഫർ ചെയ്യുക എന്ന് പറയുക, ക്യുമുലേറ്റീവ്ലി പ്രിഫേർഡ് എന്ന് പറയുക. അതായത് അവർക്ക് ചിലപ്പോൾ ഡിവിഡൻഡ് കിട്ടുന്നുണ്ടാവില്ല, പക്ഷെ അവർക്ക് ഏൺ ആയിട്ടുണ്ട്. അടുത്ത ഡിവിഡൻഡ് കിട്ടുമ്പോൾ ഇതും കൂടെ കൂട്ടി കിട്ടിക്കോളും. ഓക്കെ, അൺപെയ്ഡ് ആയിട്ടുള്ളതിനെ വിളിക്കുന്നത് ഡിവിഡൻഡ് ഇൻ അരിയേഴ്സ് എന്നാണ് വിളിക്കുന്നത്. ഇത് ഡിസ്ക്ലോസ് ചെയ്യണം. അക്കൗണ്ടിങ് പോയിന്റ് ഓഫ് വ്യൂവിൽ പറഞ്ഞാൽ നോട്ട്സ് ടു അക്കൗണ്ട്സിൽ അത് നമ്മൾ എന്ത് ചെയ്യണം, ഡിസ്ക്ലോസ് ചെയ്തിട്ടുണ്ടാവണം. ലയബിലിറ്റി ആയിട്ടൊന്നും കാണിക്കണ്ട, ബാലൻസ് ഷീറ്റിൽ കൊണ്ടുപോയിട്ട് ലയബിലിറ്റി ആയിട്ടൊന്നും കാണിക്കണ്ട, നോട്ട്സ് ടു അക്കൗണ്ടിൽ ഡിസ്ക്ലോസ് ചെയ്ത് കാണിക്കണം. ഇങ്ങനെ ഒരു ഡിവിഡൻഡ് നമ്മൾ ഡിക്ലെയർ ചെയ്തിട്ടുണ്ടായിരുന്നു, അത് അവർക്ക് എന്തായാലും കൊടുക്കണം. സോ ഇങ്ങനെ ഒരു അൺപെയ്ഡ് ഡിവിഡൻഡ് ഇൻ അരിയേഴ്സ് ഉണ്ട് എന്ന് നോട്ട്സ് ടു അക്കൗണ്ട്സിൽ നമ്മുടെ യൂസേഴ്സിനെ കാണിച്ചു കൊടുക്കണം. ലാസ്റ്റ് പോയിൻ്റാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് പോയിൻ്റ്. ലാസ്റ്റ് പോയിൻ്റാണ് വരുന്നത്. എവിടെ നോക്കാം. കോമൺ ഡിവിഡൻസ് cannot be paid until arrears cleared. അതായത് നമ്മളിപ്പോൾ പറഞ്ഞു 1, 2, 3, 4 എല്ലാ വർഷവും 100 വെച്ച് നമുക്ക് കിട്ടണം. ഫസ്റ്റ് ഇയറിൽ ഈ 100 കിട്ടിയില്ല, സെക്കൻഡ് ഇയറിൽ ഈ 100 കിട്ടിയില്ല. സോ അവിടെ അരിയറായിട്ട് എത്ര വന്ന് കിടപ്പുണ്ട്, അരിയറായിട്ട് 200 വന്ന് കിടക്കുന്നുണ്ട്. സോ തേർഡ് ഇയറിലും കൂടെ കൂട്ടുമ്പോൾ 300 കിട്ടണം. ഈ അരിയർ ക്ലിയർ ചെയ്യാതെ എന്ത് ചെയ്യാൻ പറ്റില്ല, സാധാ കോമൺ സ്റ്റോക്ക് അവർക്കുള്ള ഡിവിഡൻഡ് പേ ചെയ്യാൻ പറ്റില്ല. ഈ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് ക്യുമുലേറ്റീവ് ആണ് എടുത്തേക്കുന്നതെങ്കിൽ അവർക്ക് എന്തെങ്കിലും അങ്ങനെ അൺപെയ്ഡ് ഉണ്ട്, അങ്ങനെ കൊടുക്കാൻ പറ്റാതെ എന്തെങ്കിലും അൺപെയ്ഡ് ആയിട്ട് കിടക്കുന്നുണ്ടെങ്കിൽ അത് ഫുള്ള് കൊടുത്ത് ക്ലിയർ ചെയ്യാതെ ബാക്കിയുള്ള ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന്, ഓർഡിനറി ഷെയർ ഹോൾഡേഴ്സിന് കൊണ്ടുപോയിട്ട് ഡിവിഡൻഡ് കൊടുക്കാൻ പറ്റില്ല. അതാണ് ലാസ്റ്റ് പോയിന്റ്. കോമൺ ഡിവിഡൻസ് cannot be paid until arrears are cleared. അരിയേഴ്സ് ഫുള്ള് പേ ചെയ്ത് ക്ലിയർ ചെയ്ത് സെറ്റിൽ ഓഫ് ചെയ്യാതെ അവർക്ക് കോമൺ ഡിവിഡൻഡ് പേ ചെയ്യാൻ പറ്റില്ല. ഇതാണ് ക്യുമുലേറ്റീവ് പ്രിഫേർഡ് എന്ന് പറഞ്ഞാൽ. ഒന്ന്, എല്ലാ വർഷവും അവർക്ക് ഡിവിഡൻഡ് ഏൺ ആവുന്നുണ്ട്, അടുത്ത വർഷമാണെങ്കിലും കിട്ടിക്കോളും. അൺപെയ്ഡ് ആയിട്ടുള്ളതിനെ ഡിവിഡൻഡ് ഇൻ അരിയേഴ്സ് എന്ന് പറഞ്ഞ് കാണിക്കുക. ലയബിലിറ്റി വേണ്ട, നോട്ട്സ് ടു അക്കൗണ്ട് ഡിസ്ക്ലോസ് ചെയ്താൽ മതി. പിന്നെ ഇത് ഫുള്ള് ക്ലിയർ ചെയ്യാണ്ട് ബാക്കിയുള്ള കോമൺ സ്റ്റോക്ക് ഓർഡിനറി ഷെയർ ഹോൾഡേഴ്സിന് ഡിവിഡൻഡ് കൊടുക്കാൻ പറ്റില്ല. നോൺ ക്യുമുലേറ്റീവ് ഇതൊന്നുമില്ല, ഇത്രയും കോംപ്ലിക്കേഷനോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല. ഇത്രയേ ഉള്ളൂ. ഇയർ 1 1, 2, 3, 4
ഒരു $100 കിട്ടണമായിരുന്നു. $100 എല്ലാ വർഷവും ഫിക്സ്ഡ് ആണല്ലോ, $100 കിട്ടണമായിരുന്നു. ഫസ്റ്റ് ഇയറിൽ കൊടുക്കാൻ പറ്റിയില്ല, പ്രോഫിറ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല, അത് പോയി, അത് പിന്നെ കിട്ടില്ല, അൺപെയ്ഡ് എന്ന് പറഞ്ഞ് കിടക്കുമോ, അവർക്ക് അവകാശമൊന്നുമില്ല. സെക്കൻഡ് ഇയറിലും പൈസ ഇല്ല, 100 കൊടുക്കാനില്ല, അത് പിന്നെ ഒരിക്കലും കിട്ടില്ല. തേർഡ് ഇയറിൽ 100 ചിലപ്പോൾ കിട്ടും, ഫോർത്ത് ഇയറിൽ 100 ചിലപ്പോൾ കിട്ടും. വൺസ് അത് കിട്ടാതെ പോയി കഴിഞ്ഞാൽ അത് പെർമനൻ്റ്ലി ലോസ്റ്റാണ്, അവർക്ക് ഏണായി കിടക്കുകയൊന്നുമില്ല, അതാണ് മിസ്ഡ് ഡിവിഡൻസ് ആണെങ്കിൽ പെർമനൻ്റ്ലി ലോസ്റ്റായി, അല്ലാതെ മുന്നത്തെ പറഞ്ഞ പോലെ അൺപെയ്ഡ് എന്ന് പറഞ്ഞ് കിടക്കുകയൊന്നുമില്ല. ക്യുമുലേറ്റീവ് ആണെങ്കിലാണ് ഇങ്ങനെ ക്യുമുലേറ്റ് ചെയ്ത് കിടക്കുക. നോൺ ക്യുമുലേറ്റീവ് ആണെങ്കിൽ വൺസ് കിട്ടിയില്ലേ, അത് കിട്ടിയില്ല, അത് കഴിഞ്ഞു. സോ എടാ, ഈ ക്യുമുലേറ്റീവിൻ്റെയും നോൺ ക്യുമുലേറ്റീവുമായിട്ട് റിലേറ്റ് ചെയ്ത് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നമ്മൾ നോക്കേണ്ട കുറച്ച് പോയിന്റ്സ് നമുക്ക് നോക്കാം. എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ഇത്ര നോക്കിയാൽ മതി. എപ്പോഴും ഒരു സാധാ പ്രിഫേർഡ് സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ അത് നോൺ ക്യുമുലേറ്റീവ് ആയിരിക്കും, അല്ലെങ്കിൽ എക്സാമിനർ എടുത്ത് പറയണം സ്റ്റോക്ക് ഈസ് ക്യുമുലേറ്റീവ് പ്രിഫേർഡ് സ്റ്റോക്ക് ആണെന്ന് എക്സാമിനർ എടുത്ത് പറയുകയാണെങ്കിൽ മാത്രം ഇറ്റ് വിൽ ബി സ്റ്റേറ്റഡ് എക്സ്പ്ലിസിറ്റ്ലി, എടുത്ത് പറയും സ്റ്റോക്ക് ക്യുമുലേറ്റീവ് ആണ്. അങ്ങനെയാണെങ്കിൽ മാത്രം എന്ത് ചെയ്യുക, ക്യുമുലേറ്റീവ് ആയിട്ട് എടുക്കുക. ഏത്, അവർക്ക് ഓൾറെഡി ഡിവിഡൻഡ് ഏൺ ആയിട്ടുണ്ടാവും, ഈ വർഷത്തെയും കൂടെ അതിൻ്റെ കൂടെ കൂട്ടി കൊടുക്കണം, കൊടുത്തില്ലെങ്കിൽ കോമൺ ഡിവിഡൻഡ് കൊടുക്കാൻ പറ്റില്ല എന്നൊക്കെയുള്ളൊരു കോൺസെപ്റ്റ്. അത് ക്വസ്റ്റ്യനിൽ എടുത്ത് മെൻഷൻ ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രം, ഇനി ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ ജസ്റ്റ് പ്രിഫേർഡ് സ്റ്റോക്ക് എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂവെങ്കിൽ അത് എപ്പോഴും എന്തായിരിക്കും, നോൺ ക്യുമുലേറ്റീവ് ആയിരിക്കും. ഇനി ഡിവിഡൻഡിൻ്റെ കാര്യം, ഡിവിഡൻഡ് എപ്പോഴും പെയ്ഡ് ആയിരിക്കും, ഡിവിഡൻഡ് എപ്പോഴും പേ ചെയ്തിട്ടുണ്ട് എന്ന് വേണം ധാരണ. ഡിവിഡൻഡ് എപ്പോഴും പേ ചെയ്തിട്ടുണ്ടാവും. ഇനി ഇല്ലെങ്കിൽ എടുത്ത് പറയും, എക്സാമിനർ എടുത്ത് പറയും ഡിവിഡൻസ് അൺപെയ്ഡ് എന്ന്. ഇഫ് എക്സാം ഡസ് നോട്ട് സേ ഡിവിഡൻഡ് അൺപെയ്ഡ് അല്ല എന്ന് പറയുന്ന പക്ഷം എപ്പോഴും അത് ഡിവിഡൻഡ് പെയ്ഡ് ആയിരിക്കും. സോ ഡീഫോൾട്ട് ആയിട്ട് മൈൻഡിലേക്ക് പതിയട്ടെ, ഒരു പ്രിഫേർഡ് സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ എപ്പോഴും അത് നോൺ ക്യുമുലേറ്റീവ് ആയിരിക്കും. ഡിവിഡൻഡ് എന്നുള്ളത് എപ്പോഴും പെയ്ഡ് ആയിരിക്കും. ഒരു ബോണ്ട് ഒരു പ്രിഫേർഡ് സ്റ്റോക്ക് എന്നുള്ളത് എപ്പോഴും എന്തായിരിക്കും, നോൺ ക്യുമുലേറ്റീവ് ആയിരിക്കും. ക്യുമുലേറ്റീവ് ആണെങ്കിൽ എടുത്ത് എക്സാമിനർ പറയും ഇത് ക്യുമുലേറ്റീവ് ആണ് കേട്ടോ, ഇങ്ങനെ എടുത്ത് എക്സാമിനർ പറയും. ഡിവിഡൻഡ് അൺപെയ്ഡ് ആണെങ്കിൽ എക്സാമിനർ എടുത്ത് പറയും ഡിവിഡൻഡ് അൺപെയ്ഡ് ആണെന്ന്. അല്ലാത്ത പക്ഷം എപ്പോഴും അത് നോൺ ക്യുമുലേറ്റീവ് ആയിരിക്കും, എപ്പോഴും ഡിവിഡൻഡ് പെയ്ഡ് ആയിരിക്കും. ഓക്കെ അല്ലേ? ഇനി നമുക്കിതിൻ്റെ ഒരു സമ്മറിയും കൂടെ നോക്കാം. ഒന്നുമില്ലടാ, കോമൺ സ്റ്റോക്ക് എന്ന് പറയുമ്പോൾ ഓണർഷിപ്പ് കിട്ടും, വോട്ടിംഗ് റൈറ്റ്സ് കിട്ടും, ഹയ്യസ്റ്റ് റിസ്ക് ആണ്, അതുകൊണ്ട് തന്നെ ഹയ്യസ്റ്റ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റലാണ്. കോമൺ സ്റ്റോക്കിൽ ഓണർഷിപ്പ് കിട്ടും, അതുകൊണ്ട് തന്നെ വോട്ടിംഗ് റൈറ്റ്സും കിട്ടും. ഹയ്യസ്റ്റ് റിസ്ക് ആണ്, അതുകൊണ്ട് തന്നെ ഹയ്യസ്റ്റ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റലാണ്. ഇനി പ്രിഫേർഡ് സ്റ്റോക്ക് നോക്കുമ്പോൾ ഹൈബ്രിഡ് മോഡലാണ്, അതായത് ഡെപ്റ്റിൻ്റെ സ്വഭാവം വരുന്നുണ്ട്, കോമൺ സ്റ്റോക്കിൻ്റെ സ്വഭാവം വരുന്നുണ്ട്. ഫിക്സ്ഡ് ഡിവിഡൻഡ് ആയിരിക്കും, ഇൻട്രസ്റ്റ് ഒക്കെ പോലെ എല്ലാ വർഷവും ഫിക്സ്ഡ് ഡിവിഡൻഡ് ആയിരിക്കും കിട്ടുന്നുണ്ടാവുക. കോമൺ സ്റ്റോക്കിനേക്കാളും പ്രയോറിറ്റി കിട്ടും. എപ്പോ? ലിക്വിഡേഷൻ്റെ സമയത്ത്. ആൻഡ് ഇതിന് കൊടുക്കുന്ന ഡിവിഡൻഡ് ആയതുകൊണ്ട് തന്നെ എന്ത് കിട്ടില്ല? ടാക്സ് ബെനിഫിറ്റ് ഒന്നും കിട്ടില്ല. ഡിവിഡൻഡ് ആയതുകൊണ്ട് തന്നെ അത് ടാക്സ് ഡിഡക്റ്റബിൾ എക്സ്പെൻസ് അല്ല, അതുകൊണ്ട് ടാക്സ് സേവിങ് ഒന്നും കിട്ടില്ല. സോ ഇത്രയും കാര്യങ്ങളും കൂടി പഠിച്ചതോടുകൂടി ഇക്വിറ്റി ഫിനാൻസിങ് എന്നുള്ള ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ആയി. ഇനി ഇതിൻ്റെ കുറേ നമുക്ക് പഠിക്കാനുള്ളത്. സ്റ്റോക്ക് പഠിക്കാനുണ്ട്, വാറണ്ട് പഠിക്കാനുണ്ട്, ഡിവിഡൻഡ് പോളിസി പഠിക്കാനുണ്ട്, കോസ്റ്റ് ഓഫ് ഇക്വിറ്റി അതായത് കോസ്റ്റ് ഓഫ് കോമൺ സ്റ്റോക്കും കോസ്റ്റ് ഓഫ് പ്രിഫേർഡ് സ്റ്റോക്കും പഠിക്കാനുണ്ട്, കോസ്റ്റ് ഓഫ് റീറ്റേൺഡ് ഏർണിങ്സ് പഠിക്കാനുണ്ട്. ഇതെല്ലാം കൂട്ടി വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ പഠിക്കാനുണ്ട്. ഇതൊക്കെ ഇനി വരുന്ന ചാപ്റ്റേഴ്സിൽ ടപ്പേന്ന് പറഞ്ഞ് നമ്മൾ എന്ത് ചെയ്യും? പഠിച്ച് തീർക്കും. സോ ഈ ഒരു ഫ്ലോയിൽ ഇതേ പേസിൽ വരിക. ഈ ഒരു ലെക്ചറിൽ ഈ ഒരു 3 വീഡിയോസിലായിട്ട് നമ്മൾ പഠിച്ചത് ഇക്വിറ്റി ഫിനാൻസിങ് എന്താണ് എന്നുള്ളതിൻ്റെ ബേസാണ്. നിങ്ങളുടെ ഹോക്ക് മെറ്റീരിയലിലെ യൂണിറ്റ് 10 ആണ് ഇക്വിറ്റി ഫിനാൻസിങ് എന്ന് പറഞ്ഞ്. ജസ്റ്റ് ഓവറോൾ ഒന്ന് സമ്മപ്പ് ചെയ്താൽ കമ്പനിക്ക് കിട്ടാവുന്ന ഒരു എക്സ്റ്റേണൽ സോഴ്സ് ഓഫ് ഫിനാൻസ് ആണ് ഡെപ്റ്റ് പോലെ മറ്റൊന്നാണ് ഇക്വിറ്റി. 2 രീതിയിൽ മേടിക്കാം. കോമൺ സ്റ്റോക്ക് ആയിട്ടും മേടിക്കാം,
പ്രിഫേർഡ് സ്റ്റോക്ക് ആയിട്ട് മേടിക്കാം. കോമൺ സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ ഓർഡിനറി ഷെയർസ്, ഓണർഷിപ്പാണ്, വോട്ടിംഗ് കിട്ടും, അങ്ങനെയുള്ള കാര്യങ്ങൾ. റെസിജ്വൽ ഓണേഴ്സ് എന്നാണ് വിളിക്കുന്നുണ്ടാവുക. പ്രിഫേർഡ് സ്റ്റോക്ക് ആണെങ്കിൽ ഹൈബ്രിഡാണ്, രണ്ടിൻ്റെയും സ്വഭാവം വരുന്നുണ്ട്. ഇനി ഇവർക്ക് കിട്ടുന്ന ഡിവിഡൻഡ്, പ്രിഫേർഡ് സ്റ്റോക്ക് കിട്ടുന്ന ഡിവിഡൻഡ് ക്യുമുലേറ്റീവ് ആണെന്ന് പറഞ്ഞാൽ എല്ലാ വർഷവും ഏൺ ആവുന്നുണ്ടാവും. സോ എല്ലാ വർഷത്തെയും ഡിവിഡൻഡ് എപ്പോഴെങ്കിലും കിട്ടും. നോൺ ക്യുമുലേറ്റീവ് ആണെന്ന് പറഞ്ഞാൽ ഒരു വർഷം പ്രോഫിറ്റ് ഇല്ല, കൊടുത്തില്ലെങ്കിൽ അത് പോയി, അത് പിന്നെ കിട്ടില്ല. മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ഒരു സ്റ്റോക്ക് എപ്പോഴും നോൺ ക്യുമുലേറ്റീവ് ആയിരിക്കും. ക്യുമുലേറ്റീവ് ആണെങ്കിൽ എടുത്തു പറയും. ഡിവിഡൻഡ് എപ്പോഴും പെയ്ഡ് ആയിരിക്കും, അൺപെയ്ഡ് ആണെങ്കിലും എടുത്തു പറയും. സോ ഇത്രയും നോളജ് വെച്ച് നമുക്ക് മുമ്പോട്ട് പോകാം. എല്ലാവരും നല്ല രീതിക്ക് പഠിച്ചേ. എപ്പോഴും പറയുന്ന പോലെ തന്നെ ഈ വിൻഡോയിൽ തന്നെ നമുക്ക് പാസ്സാവണം. ഗുഡ് ലക്ക് ഗൈസ്.